എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ നല്ല കാലത്ത് ഇതൊക്കെ ശ്രദ്ധിക്കൂ എന്ന് പറയാനാണെങ്കിൽ നമുക്കൊരു അവയർനെസ് ബേസിൽ എന്താ പറയാൻ പറ്റുക? ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു രോഗമാണ് കഴുത്ത് വേദന, നടുവേദന. അപ്പോൾ അത് വരുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ് തന്നെയാണ്. പണ്ട് കാലത്ത് ഒരുപാട് പേര് ട്രെയിനിലും ബസ്സിലും പോകുമ്പോൾ പത്രം വായിക്കുന്നവരുണ്ട്. പക്ഷേ പണ്ട് 100 പേര് പോയാൽ 10 പേര് പത്രം വായിക്കും. പക്ഷേ ഇന്ന് 100-ൽ 99 പേര് മൊബൈലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരുപാട് നേരം കണ്ടിന്യൂസ് യൂസ് ചെയ്യാതിരിക്കുക. ആക്റ്റീവായിരിക്കുക. റെഗുലർലി എക്സസൈസ് ചെയ്യുക. ശരീരഭാരം നിയന്ത്രിക്കുക. വിറ്റമിൻ, കാൽഷ്യം, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ആൻഡ് നമ്മുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന നേരത്തെ ആക്ടിവിറ്റീസ് പറഞ്ഞ് ശ്രദ്ധിക്കുക. നെർവിനെ സംബന്ധിച്ച് എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ മടിക്കേണ്ട, ഡോക്ടറെ കാണുക. ഈ ഡോക്ടറെ ഞാൻ സ്പൈൻ സർജനാണ്. അപ്പോൾ സ്പൈൻ സർജൻ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്നാൽ സർജറി എന്നല്ല. ഇൻ കേസ് നമുക്ക് സർജിക്കലി വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഫുൾ എൻഡോസ്കോപ്പിക് സർജറി അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏർലി റിക്കവറി ചെയ്യാം. അപ്പോൾ സർജറിയിലോട്ട് പോകണ്ട എന്നുണ്ടെങ്കിൽ ബെറ്റർ നമ്മൾ തന്നെ ആക്റ്റീവ് ആയിരിക്കുന്നതാണ് സൊല്യൂഷൻ.